എനിക്ക് പറയാനുള്ളത് രണ്ട് ടീമുകളോടാണ്. ഈ നൂറ ഹബീബ് തങ്ങൾ എന്ന് പറയുന്ന ചങ്ങാതിയോടും പിന്നെ ഈ മജിലിസിനൊക്കെ പോയിരുന്ന് ഈമാൻ കളയുന്നവരോടും. ആദ്യം മൂപ്പരോട് തന്നെ പറയട്ടെ, എൻ്റെ പൊന്ന് സഹോദര, കുറച്ചൊക്കെ ഒരു നാണവും മാനവും ഒക്കെ നമുക്ക് വേണ്ടേ? അല്ല, ഞാൻ അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കാണ്. ഒരു മനുഷ്യനാവുമ്പോഴേ കുറച്ചൊക്കെ ഒരു നാണവും മാനവും ഒക്കെ ഇല്ലെങ്കിൽ വളരെ മോശമല്ലേ അല്ലേ? ഈ സമൂഹത്തിൻ്റെ ഇടയിൽ ജീവിക്കുമ്പോൾ ഇത്ര ആഭാസകരമായ രീതിയിൽ സംസാരിക്കലൊക്കെ അയ്യയ്യേ വളരെ മോശമല്ലേ, വളരെ മോശമല്ലേ? നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. ഒരു പെണ്ണ് പണ്ട് തിരൂരിലുള്ള ഒരു പെണ്ണിനെ കുറിച്ചിട്ട് പറഞ്ഞു അല്ലേ? തിരൂരിലൊരു പെണ്ണ് അവസാനം മരിക്കുമ്പോ ക്യാൻസർ വന്ന് വയറ് പൊട്ടി ഈ ലോകത്തോട് ഇവിടെ പറയും. നിങ്ങൾക്ക് അറിയോ പെണ്ണ്? ഞാൻ അറിയ പോലുമില്ല. മൂപ്പർ അറിയ പോലുമില്ല. പക്ഷെ മൂപ്പര് കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ? ഏതോ സ്ത്രീ പുള്ളിയെ വിമർശിച്ചത്രേ. ക്യാൻസർ വന്ന് വയറ് പൊട്ടി മരിച്ചു എന്നൊക്കെയാണ് പറയണത്. അള്ളാഹു ആയാലും ആ സഹോദരിക്ക് അള്ളാഹു ഷഹീദിന്റെ വലിയ പദവി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഇത്ര വലിയ തോന്നിവാസം ദീനിന്റെ പേരിൽ കാണിക്കുന്ന മനുഷ്യന്മാരെ വിമർശിച്ചിട്ടാണല്ലോ. പ്രിയപ്പെട്ട റസ്ബി, നമ്മുടെ ശരീരത്തിലെ മുഴുവൻ ഊർജ്ജം ചെലവഴിക്കപ്പെട്ടാലും, നമ്മുടെ നാവിലെ വെള്ളം വെറ്റി നമ്മൾ നിശ്ചലമായാലും ഇതിന് അറുതി വരും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ നോക്കൂ, ഈ പറയപ്പെട്ട കക്ഷിയുടെ അനുജൻ പുതിയ വീട് പണിതപ്പോൾ ആദ്യം അവർ സ്ഥാപിച്ചത് ഒരു പുതിയ കൊടിമരമാണ്. അത് കണ്ടു നോക്കൂ. അപ്പോൾ നമ്മുടെ നൂർ മജ്ലിസിലുള്ള പ്രധാനപ്പെട്ട കൊടിമരമാണ് ഈ കാണുന്നത് കേട്ടോ. അതായത് ഇവിടെ വന്നാൽ നമുക്ക് കൊടിമരം കാണാനും ഇവിടെ സന്ദർശിക്കാനൊക്കെ നമുക്ക് സൗകര്യമുണ്ട്. അപ്പോൾ അടുത്ത മജ്ലിസ് മുതൽ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വരാം. ഇനി ഈ മനുഷ്യനൊരു പണിക്ക് പോകണോ, മറ്റെന്തെങ്കിലും തൊഴിൽ തേടി പോകണോ, ഒരു കച്ചവടം തുടങ്ങേണ്ടതുണ്ട്? ഒന്നും വേണ്ട. ഈ ഒരൊറ്റ കൊടിമരം മതി അദ്ദേഹത്തിന്റെ 10 തലമുറക്ക് തിന്നാനുള്ളത്. ഈ നാട്ടിലെ നിഷ്കളങ്കരായ, പ്രത്യേകിച്ച് വടക്കേ മലബാറിലുള്ള പാവപ്പെട്ട പെണ്ണുങ്ങൾ അതിന്റെ ചൂട്ടിക്കൊണ്ടിട്ട് കൊടുക്കും. വടക്കേ മലബാറിലെ പ്രവാസ ലോകത്ത് മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെടുന്നവൻ അധ്വാനിക്കുന്ന വിയർപ്പിന്റെ ഭാഗം വീട്ടിലേക്ക് പെണ്ണുമ്പളൊക്കെ അയച്ചു കൊടുക്കുമ്പം ആ പൈസ അങ്ങനെ തന്നെ ഈ കൊടിമരത്തിന്റെ ചൂട്ടിച്ചെല്ലും. റസ്ബി, നമ്മൾ പറഞ്ഞ് തോറ്റുപോകും. 100% നമ്മൾ പറഞ്ഞു തോറ്റുപോകും. തോറ്റുപോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ വാത്തിലും അവർ ഹക്കായതുകൊണ്ടല്ല. എനിക്കും റസ്വിക്കൊക്കെ എത്ര പ്രായമുണ്ട് നോക്കൂ. ഞാൻ 34 വയസ്സുകാരനാണ്. 92-ൽ ജനിച്ച ആളാണ്. റസ്വി എന്റെ അനുജനാണെന്ന് ഞാൻ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ എന്റെ സമപ്രായക്കാരൻ. റസ്വി നമ്മളൊക്കെ ഓതാൻ പോകുന്നതിന് എത്രയോ വർഷം മുമ്പ് ദർസ് തുടങ്ങിയ 100 കണക്കിന് ശിഷ്യസമ്പത്തുള്ള 25 വർഷം ദർസ് നടത്തി പരിചയസമ്പന്നനായ ഒരു മുദരിസ് അദ്ദേഹത്തിന്റെ സദസ്സിലെ നിത്യ സന്ദർശകനാണ്. അദ്ദേഹം പച്ച കുഫിരിയത്ത് മൈക്കിലൂടെ, നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ ഈ സദസ്സിൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ അത്തരം വിഷയങ്ങൾ നമ്മൾ പറഞ്ഞ് ഒരു പുതിയ വിവാദത്തിന് വഴി തുറക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇസ്ലാമിക അടിസ്ഥാന വിശ്വാസത്തിനെതിരായ പച്ച കുഫിരിയത്ത് മൈക്കിലൂടെ പറഞ്ഞിട്ട് ഹാരിസ് മദനി അല്ലാത്ത, അങ്ങനെ തുടങ്ങിയിട്ട് കുറച്ചാളുകളല്ലാത്ത വേറെ ആരാണ്, ഉമ്മൂടി ഉസ്താദ് അടക്കമുള്ളവരല്ലാത്ത ആരാണ് അതിനെതിരെ പറയാൻ സന്നദ്ധമായിട്ടുള്ളത്? ആ 25 വർഷം ദർസ് നടത്തിയ മുദരിസ് സദസ്സിലിരിക്കുമ്പോൾ ഇത് പറയുന്നത്, ഒന്ന് തോളിൽ തട്ടിയിട്ട്, തങ്ങളെ അതൊക്കെ തങ്ങളെ അങ്ങനെ പറയരുത്. ഇവിടെ ഈ സദസ്സിലിരിക്കുന്ന ജനങ്ങളൊക്കെ അവർ മുനികളാണല്ലോ, അവരുടെ മനസ്സിൽ ഇതൊക്കെ ഒരു കുഴപ്പമില്ല എന്നൊരു തോന്നൽ വരും. അത് വലിയ വിഷയമാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ ആ മനുഷ്യനെ കൊണ്ട് സാധിച്ചില്ല എങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത്, റസ്വി 2000 രൂപ ആഴ്ചയിൽ 2000 രൂപയും കോഴി ബിരിയാണിക്ക് മുമ്പിൽ വളയാത്ത നട്ടലുകൾ വളരെ തുലവും കുറവാണ്. അങ്ങനെ ഒരു നട്ടലുണ്ടെങ്കിൽ ആ നട്ടലിന്റെ പേരാണ് ബഹുമാനപ്പെട്ട മൗലാന പേരുടെ ഉസ്താദ്. ഇന്ന് എരണം കെട്ടവനെന്നും അങ്ങേയറ്റം മ്ലേച്ഛവും മോശവുമായ ഭാഷയിൽ അദ്ദേഹത്തെ സംബോധന ചെയ്യാനുള്ള കാരണവും ഇത്തരം ചൂഷകന്മാരായ ആളുകൾക്ക് ഇന്നും ബഹുമാനപ്പെട്ട പേരുടെ ഉസ്താദ് എതിരായതുകൊണ്ടാണ്. നോക്കൂ നിങ്ങൾ, സമീപകാലത്ത് ജിന്നു മഹ്ലറ എന്ന് പറഞ്ഞു ഒരുത്തൻ കൊണ്ടുനടന്നു. എന്താണത്? ഗൾഫിൽ ഹോട്ടൽ നടത്തി പൊട്ടിപ്പാളീസായി വന്നവൻ ഈ നാട്ടിൽ വന്നിട്ട് പുതിയൊരു കച്ചവടം തുടങ്ങി. അതാണ് ആത്മീയ ചൂഷണം. അവിടെയും നമ്മൾ അദ്ദേഹത്തെ വിമർശിക്കുമ്പോൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും മെസ്സഞ്ചറിലും വന്നിട്ട് നമ്മളെ തിരുത്താൻ ശ്രമിക്കുന്ന ആളുകളുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ആ തിരുത്തൽവാദികളായി വരാനുള്ള കാരണം? ഈ പറയപ്പെട്ട ജിന്നു മഹ്ലറയിലും പോകുന്നത് ഈ വേഷം ധരിച്ചവരാണ്. ഈ നാട്ടിലെ നാടന്മാരെക്കാട്ടിയും സാധാരണക്കാരെക്കാട്ടിയും കൂടി ഈ വേഷം ധരിച്ചവരാണ് അവരുടെ സദസ്സിലുള്ളത്. അപ്പൊ സാധാരണക്കാരായ ആളുകളെ നമ്മളെങ്ങനെ കുറ്റം പറയും? നിഷ്കളങ്കരായ ഉമ്മമാരെ എങ്ങനെ നമ്മൾ കുറ്റം പറയും? അപ്പം ഈ സദസ്സുകളൊക്കെ വിജയിപ്പിക്കും. അപ്പം ഞാൻ പറഞ്ഞതുകൊണ്ട് നമ്മുടെ ഊർജം, നമ്മുടെ തൊണ്ടയിൽ വെള്ളം പറ്റിയിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ ഇതേ വേഷം ധരിച്ച, നമ്മളെക്കാൾ പരിചയസമ്പന്നരായ ആളുകൾ, ഈ പറയപ്പെട്ട ചൂഷകന്മാരും ഒരു ഇൽമുമില്ലാത്ത ഈ മനുഷ്യന്മാരുടെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി പോയി നിൽക്കുമ്പോൾ അവർ പറയുന്നതും ചെയ്യുന്നതുമാണ് മുഴുവൻ കാര്യങ്ങൾക്കും
സപ്പോർട്ട് കൊടുക്കുമ്പോൾ പിന്നെ ഈ സമുദായത്തിൽ നമ്മുടെ ശബ്ദം ഒറ്റപ്പെട്ടു പോവുകയല്ലേ? ആ സമയത്ത് ഹൈറായ പരിപാടി വീട്ടിൽ ചെന്ന് ഭാര്യയുടെ മക്കളോടൊപ്പം നമ്മൾ ചെലവഴിക്കുന്നതായിരിക്കും. അല്ലാഹു നമ്മളെയൊക്കെ നന്നാക്കട്ടെ. ഇതൊന്നും അവസാനിക്കാൻ പോകുന്നില്ല ഉസ്താദേ. ഇതിൻ്റെയൊക്കെ ഒരു സുഖം പിടിച്ചു കഴിഞ്ഞുണ്ടല്ലോ, ഈ മേലനങ്ങാതെ തടിയനങ്ങാതെ ഇങ്ങനെ പൈസ വരുന്ന ആളുകൾ കൊണ്ടുവന്ന് 5000-ഉം 10,000-ഉം ലക്ഷക്കണക്കിന് രൂപ, ചിലപ്പം 7 ലക്ഷമൊക്കെ അങ്ങനെ റബ്ബറിട്ട് അങ്ങോട്ട് കൊണ്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്ത് 100 കണക്കിന് സ്ഥാപനങ്ങളുണ്ട്. കണ്ണ് കാണാത്തവർ പഠിക്കുന്ന, അതുപോലെ തന്നെ അംഗവൈകല്യമുള്ള, അതുപോലെ ബുദ്ധിപരമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളൊക്കെ പഠിക്കുന്ന, അല്ലെങ്കിൽ ദർശ വിദ്യാർത്ഥികൾ പഠിക്കുന്ന 100 കണക്കിന് സ്ഥാപനമുണ്ട്. ആ സ്ഥാപനങ്ങൾ അനുദിനം മുന്നോട്ട് പോകാൻ വേണ്ടി ഓരോ വീടിൻ്റെയും ഉമ്മറപ്പടിയിൽ റിസീവർമാർ വന്ന് കൈനീട്ടുകയാണ്. ഈ പൈസ ഒക്കെ അത്തരം ദർസുകൾക്ക് കൊടുത്താൽ, ആ കുഞ്ഞുങ്ങൾ 10 കിതാബ് വാങ്ങി ഓതിയാൽ നിലക്കാത്ത പ്രതിഫലം പരലോകത്ത് നിശ്ചലമാകാത്ത പ്രതിഫലം അവർക്ക് കിട്ടൂലേ? നിങ്ങൾ ഇനിയെങ്കിലും ചിന്തിക്കുക. പുതിയ കാലവും പഴയ കാലവും തമ്മിലുള്ള അന്തരം എന്താണെന്നറിയോ? പുതിയ കാലത്ത് ഇബാദത്ത് കൂടുതലാണെന്ന എൻ്റെ വിനീതമായ അഭിപ്രായം. പള്ളി പണ്ടാണോ അധികം ഇപ്പോഴാണോ? ഇപ്പോൾ. നിസ്കരിക്കുന്നവരോ ഇപ്പോഴധികം. നോമ്പ് നോക്കുന്നവരോ? ചില പെണ്ണുങ്ങന്മാർക്കല്ലേ എപ്പം നോമ്പന്നെ. എന്തേ വനിതാ ക്ലാസ്സിൽ ഉസ്താദ് പറഞ്ഞതിന് പണ്ട് പറയുന്നത് ഇപ്പൊ ഓൺലൈനിലും കിട്ടും. മജ്ലിസ് കൊണ്ട് തടഞ്ഞു വീഴലിന്ന്. ഓൺലൈൻ മജ്ലിസ് എന്ന് പറയാൻ എത്ര ഉണ്ട്? ഭർത്താക്കന്മാര് തളർന്നിട്ട് ഫാത്തിമ കുറച്ച് ചൂടുവെള്ളം നോക്കി, ഞാൻ മദീനയിലേക്കുള്ള പാതയിലാന്നുള്ള മജ്ലിസിലുള്ളവര്. ചൂടുവെള്ളമൊന്നും കിട്ടൂല, ഒരു രക്ഷയില്ല. നമ്മൾക്ക് ഭയങ്കര ദിക്റുണ്ട്, സ്വലാത്തുണ്ട്, ഇബാദത്തുണ്ട്. പക്ഷേ പുതിയ കാലത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തെറ്റ് കൂടുതലാണ്. സജീവ സാന്നിധ്യമുള്ള പ്രവർത്തകൻ വീടിന്റെ അകത്തെത്തിയിട്ട് അവന്റെ ഫോൺ എടുത്തിട്ട് അവൻ കാണുന്നത് ഹറാമാവുന്ന കാലം. മോനെ, നമ്മൾ ഭയപ്പെടണം. എന്ത് ഭയപ്പെടണം? ജീവിതത്തിൽ എന്താണോ നമ്മൾ കൂടുതൽ ചെയ്തത് അത് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും വഫാത്ത്, മരണം ഉണ്ടാവുക. എൻ്റെ ജില്ല കണ്ണൂർ, ഡിവിഷൻ തളിപ്പറമ്പ്. അവിടെ നെരിക്കോട് എന്ന ഒരു കൊച്ചു ഗ്രാമമുണ്ട്. അവിടെ മറവിട്ട് കിടക്കുന്ന നെരിക്കോട് ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെടുന്ന നെരിക്കോട് മുഹമ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹ്, നമ്മുടെ ഉലമാ മുഴുവനും അംഗീകരിച്ച അതിശ്രേഷ്ഠരായ പണ്ഡിതർ, നമ്മുടെ സമസ്തയുടെ കിടയറ്റ ആലിമീങ്ങളായ കൻസുൽ ഉലമ ശൈഖുനാ ഉസ്താദും നൂറുൽ ഉലമ എന്ന അതിദൈക്ഷണികരായ പണ്ഡിത ശ്രേഷ്ഠരും ആ മഹാനവറുകളുടെ അടുത്ത് പലപ്പോഴായി വരാറുണ്ട്, പരിപാടികളിൽ സംബന്ധിക്കാറുണ്ട്. ആ നെരിക്കോട് ഉസ്താദ് വഫാത്താവുന്ന രൂപമെങ്ങാനും നമ്മൾ കണ്ടാൽ റമളാനിൽ പള്ളിയിൽ ജലാലിയ റാത്തീബിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ മുഅ്മിനീങ്ങൾക്കിടയിൽ മഹാനവറുകൾ വഫാത്താവുകയാണ്. പള്ളിയിൽ റമളാനിൽ ഈത്തികാഫിലായി മുഅ്മിനീങ്ങൾക്കിടയിൽ. അതിൽ ഏറ്റവും അത്ഭുതം കൻസുൽ ഉലമ ശൈഖുനാ ചിത്താരി ഉസ്താദ് പറഞ്ഞു ഓർക്കുകയാണ്, എല്ലാവരും മരിക്കുന്ന ആൾക്ക് ദിക്ർ എല്ലി കൊടുക്കല, ഇത് ഈ മഹാൻ ബാക്കിയുള്ള ആൾക്ക് ദിക്ർ എല്ലി കൊടുത്തിട്ട് രാജാവിനെ പോലെ ഖബറിലേക്ക് പോകുകയാണ്. എന്തേ കാരണം? കുറേ ദിക്ർ ജീവിതത്തിൽ അങ്ങ് ചൊല്ലിയപ്പോൾ അവർക്ക് അല്ലാഹു ബെസ്റ്റ് ഓഫർ സമ്മാനമായി നൽകി. അതാണ് കാര്യം. നമ്മുടെ ജില്ലയിൽ തന്നെ ഡിഗ്രി പഠിക്കുന്ന ഒരു പയ്യൻ, ആ പയ്യന്റെ ഉമ്മയുടെ ഉപ്പ ലത്തീഫ് ബിരുദമുള്ള ഒരു ഉസ്താദിനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ മോളെ കുട്ടി അല്പം പ്രയാസത്തിലാണ്, ഉസ്താദ് ഒന്ന് വന്ന് മന്ദിരിച്ചു തരണം. ഓക്കെ. പോയി മന്ദിരിക്കാൻ വേണ്ടി പോയപ്പോൾ കണ്ടത് ആ കുട്ടിയുടെ വായിൽ നിന്ന് ഇങ്ങനെ നുരപത ഇങ്ങനെ പുറത്തേക്ക് ഒഴുകുകയാണ്. മരണത്തിന്റെ വെപ്രാളത്തിലാണെന്ന് ഉസ്താദിന് മനസ്സിലായി. നല്ല മരണമാണെങ്കിൽ നെറ്റിയിൽ നിന്ന് വിയർപ്പ് വരും, അത് AC ഇട്ടാലും ചിലപ്പം വരും. അല്ലെങ്കിൽ കണ്ണിൽ നിന്നിങ്ങനെ വെള്ളം ഒഴുകാൻ മുട്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ടാവും. മൂക്കിന്റെ ദ്വാരം വീർത്തു വരലൊക്കെ നല്ല മരണമാണ്, അതിന്റെ അടയാളങ്ങളാണ്. അല്ലാഹുവേ, നമ്മളെല്ലാം ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനേ. ഈ ചെറുപ്പക്കാരന്റെ മരണവെപ്രാളം ഉസ്താദിന് മനസ്സിലായി. മരിച്ചു എന്ന് ഉറപ്പിച്ചതിന് ശേഷം ഡ്രസ്സ് മാറ്റിക്കൊടുത്തപ്പോൾ വെളുത്ത തൊലിയുള്ള പയ്യന്റെ കറുത്ത ചെവിയുടെ അടുത്ത് കറുത്ത വരകളാണ്. എന്താണത്? പറിച്ചു നോക്കുമ്പോ ഇയർഫോണാണ്. പുതിയ കാലത്തെ ബ്ലൂടൂത്ത് അല്ല,
ആ വയറുള്ള ഇയർഫോൺ അതൊരാൾ വെച്ച് നോക്കിയപ്പോൾ മ്യൂസിക് സിനിമ പാട്ട. ഇവൻ ഓഫായിട്ടും പാട്ട് ഓഫായില്ല. ജീവിതത്തിൽ എന്താണോ മക്കളെ നമ്മൾ ചെയ്തത് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും മരണം സംഭവിക്കുക. കാമുകനും കാമുകനും കൂടി യാത്ര ചെയ്യുമ്പോൾ ആക്സിഡന്റിൽ മരണപ്പെട്ടത് കേട്ടില്ലേ നിങ്ങൾ? ഭർത്താവ് പോയ സമയത്ത് കാമുകനെ വിളിച്ചു വരുത്തി വൃത്തികേട് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ബെഡിൽ കിടന്നെടുത്ത് സൈലന്റ് അറ്റാക്കായി മരണപ്പെട്ടവരില്ലേ? ഇമാം ഖുർത്തുബി റഹിമഹുല്ല അത്തദ്കിറ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ ഒരു ചെറുപ്പക്കാരൻ വരും. തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള ക്രിസ്ത്യൻ ഫാമിലിയിലെ പെൺകുട്ടിയായി അയാൾക്ക് ലവ് അഫെയർ. അയാൾ ആ പെൺകുട്ടിയെ കിട്ടാൻ വേണ്ടി അങ്ങോട്ട് ഒരിക്കൽ പോയി. ബാങ്ക് കൊടുക്കാൻ കയറി അയാൾ താഴെ ഇറങ്ങിപ്പോയി. പോയ സമയത്ത് ആ പെൺകുട്ടിയുടെ ഫാദർ പറഞ്ഞു, നിങ്ങൾ ക്രിസ്തു മതത്തിലേക്ക് വരികയാണെങ്കിൽ എൻ്റെ മോളെ തരാമെന്ന്. അങ്ങനെ ഞാൻ സ്വീകരിക്കാമെന്ന് പറഞ്ഞു. മുർത്തദ്ദായി, ഈമാൻ നഷ്ടപ്പെട്ടു. അങ്ങനെ ആ പെണ്ണിനെ സ്വീകരിക്കാൻ വേണ്ടി പോകുമ്പോൾ അയാളെ കാല് തടഞ്ഞ് അയാൾ തന്നെ വീണ് മരണപ്പെട്ടു. അല്ലാഹ് നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനേ.